ഈ സമൂഹത്തിൽ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കൂട്ടുകാർ പരസ്പരം അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടല് അല്ലെങ്കിൽ സ്റ്റോറി ഇടല് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം. അല്ലാതെ നേരിട്ട് ചെന്ന് ഒന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ധൈര്യം ആർക്കുമില്ല. പക്ഷേ നമുക്കതൊരിക്കലും സാധ്യമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾ എന്താണെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങോട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അതായത് ഈ പറയുന്ന പ്രാണവായുൽ വിഷം, അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിയിൽ മുഴുവൻ വിഷം, ജാതി വേർപാടല്ലേ, മനസ്സിലെല്ലാം വിഷം കുത്തിയിലർക്കുന്നു. അതോടൊപ്പം അല്ലേ ഇങ്ങനെ തമ്മി തമ്മി തല്ലിക്കുന്നു. അതായത് വേറൊന്നും അല്ല, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ക്ലാഷ് ഉണ്ടാക്കണമെങ്കിൽ സുഖമാണ്, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് സുഖമാണ്. അതായത് ഇപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് ഞാനൊരു ചീമോട്ട എറിയുകയാണ്, ഓക്കെ ഞാൻ ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ഒരു മീശ പഠിച്ചിട്ടാണെങ്കിൽ അത് മുസ്ലിമിന്റെ തലയിൽ വന്നു. പക്ഷെ അത് വിഡ്ഢികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ആ സോഷ്യൽ മീഡിയ വെച്ച് അതിങ്ങോട്ട് ആഘോഷിക്കും, അങ്ങനെ മുസ്ലിംസിനെതിരെ പോകും. അപ്പോൾ അത്രയ്ക്ക് എളുപ്പമാണ് ഇവിടുത്തെ വിഡ്ഢികളെ ആ ഒരു ഇതാക്കുക. കാരണം വിവേക ബുദ്ധി ഇല്ല, അതായത് കോമൺ സെൻസ് ഇല്ല, ഇതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നില്ല. അതോടൊപ്പം ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിനൊരു കൺസ്യൂമർ ആക്കി എന്തൊരു സാധനം ഇവിടെ കൊണ്ടുവന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്തൊരു നിയമം മാറ്റിയാലും. അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് തന്നു തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ആദായത്തിന്റെ ഒരു വലിയ നികുതി തന്നെ അവർക്ക് ടാക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റീചാർജിന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് കിട്ടുന്ന ഫലം വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ സെർബൽ സ്പൈനൽ ഫ്ലൂയിഡ് എല്ലാം ഇല്ലാതാവുന്നു, അവരുടെ ഭാവി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം ഇതിനെല്ലാം ഒരു ബേസിക് കാര്യങ്ങൾ അറിയില്ല. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരേണ്ട ആൾക്കാരായിരിക്കണം നമ്മുടെ സുപ്രീം ആയിട്ട് നമ്മളെ ഭരിക്കേണ്ട ആൾക്കാർ. പക്ഷെ അവരെല്ലാം ഒരു മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളാവണം, അല്ലെങ്കിൽ കുറച്ച് നാലുപേര് അറിയണം, ഞാൻ ഒരു ഹീറോ ആണെന്നുള്ള കൺസെപ്റ്റിൽ കുറെ കാര്യങ്ങൾ വരും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള, അല്ലെ, റോഡ് എല്ലാം പൊളിഞ്ഞു കിടക്കുന്നു, എല്ലാ ദിവസവും ആക്സിഡന്റും കാര്യങ്ങളെല്ലാം. പക്ഷേ ഒരു KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പി ഇടുന്നു പറഞ്ഞ് വണ്ടി നിർത്തി റോഡ് സൈഡിലൊക്കെ നിർത്തി ഭയങ്കര ഒച്ചപ്പാട് എടുക്കുന്നു, അയാൾക്കെതിരെ നടപടി കൊടുക്കുന്നു. എന്നാൽ പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവിധ പൊല്യൂഷൻ, അല്ലെ, പുഴയെല്ലാം പൊല്യൂട്ടഡ് ആണ്. ആ ഒരു വെള്ളം തന്നെയാണ് നിങ്ങൾ ക്ലോറിനും ഫ്ലൂറിനും അടങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമീബ വന്നു, പക്ഷെ അമീബ എന്താന്ന് പോലും ഇപ്പൊ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ആരോഗ്യവകുപ്പിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റി ആകുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മൾക്ക് നടക്കേണ്ട വഴികളെല്ലാം കുണ്ടും കുഴി. അപ്പം നമ്മുടെ ആ ഒരു എല്ലാവിധ കാര്യങ്ങളും, അല്ലെ, നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളിലും ഈ പറയുന്ന ഒരു റേഡിയേഷൻ വഴിയുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം അൺലിമിറ്റഡ് പണം മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ പറയുന്ന ഗവൺമെന്റും കാര്യങ്ങളൊന്നും അല്ല, പണം ഉള്ളവർക്ക് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം, പണം ഇല്ലാത്തവർ ഒട്ടും പണം ഉണ്ടാക്കണ്ട, ആ ഒരു കൺസെപ്റ്റ്. പക്ഷെ അതൊക്കെ മാറും, കാരണം ഉടനെ തന്നെ ബാങ്ക് അറസ്റ്റ് ആവും. അതോടൊപ്പം തന്നെ ബാങ്കിലേക്ക് എല്ലാവരും ഓടിച്ചെന്ന് തുടങ്ങും. അതായത് എവിടെ ഞങ്ങളുടെ പണം എവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാങ്കും അവസാനിക്കാറായ ഒരു സമയം. ഓക്കെ കാരണം EMI എല്ലാം നമ്മളെ കൊടുക്കുന്നു. കാരണം ബാംഗ്ലൂർ എല്ലാം, അല്ലേ, കാറെല്ലാം ഒരുപാട് എടുത്ത് GST എല്ലാം കൊടുത്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂർ എല്ലാം പുതിയൊരു നിയമം വന്നു, അതായത് ഒറ്റക്കൊരു കാർ ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരും. ആ ഒരു അവസ്ഥ തന്നെ ഇവിടെ വരും. ഓക്കെ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ഡൽഹി ആണെങ്കിൽ പോലും ശ്വാസം മുട്ടി മരിക്കാറായി. ആ ഒരു സെയിം സിസ്റ്റം വരാൻ വേണ്ടി ഇവിടുത്തെ എല്ലാവിധ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെ, വലിയ വലിയ ആൽമരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും പ്രതികരിക്കാതിരിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല. കാരണം ഞാൻ പ്രതികരിക്കും, കാരണം പ്രതികരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സിസ്റ്റം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുകയും ചെയ്യും. കാരണം അത് വേണം, അല്ലെങ്കിൽ അടിമയായി ജീവിക്കേണ്ടി വരും.